ദൈവത്തിന് മഹത്വം. ഈ പുതിയ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകുമാറാകട്ടെ. യിരെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കുകയില്ല. യിരെമ്യാവ് ജനത്തോട് പ്രസിദ്ധമാക്കുന്ന ദൂത്: ഹൃദയം കഠിനമായി പോയി, കണ്ണുകൾ കുരുടായിപ്പോയി, ചെവികൾ അടഞ്ഞുപോയ ജനം ദൈവത്തെ മറന്ന് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, ദൈവസന്നിധിയിൽ വിറയ്ക്കണം. ഇന്നും മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ആരാധിക്കുക. എന്തുകൊണ്ടെന്നാൽ ദൈവം പറയുന്നു, സകല പ്രകൃതിയുടെ മേലും അതിരുകളെയും അതിർവരമ്പുകളെയും വയ്ക്കുന്ന സർവശക്തൻ തൻ്റെ ജനത്തിന് വേണ്ടി അതിരുകൾ കൽപ്പിക്കുന്ന ദൈവം. ആ തിരകളും ആ ഓളങ്ങളും എത്ര തന്നെ ഇരച്ചാലും ആ അതിരുകൾ കടന്ന് വരുവാൻ കഴിയാത്തവണ്ണം അതിനെ നിത്യപ്രമാണമായി വച്ചിരിക്കുന്നെങ്കിൽ സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടതല്ലയോ? ജീവിതത്തിൻ്റെ മേഖലകളിൽ കടലിനെ അല്ല ഭയപ്പെടേണ്ടത്, ഓളങ്ങളെ അല്ല ഭയപ്പെടേണ്ടത്, കാറ്റിനെ അല്ല ഭയപ്പെടേണ്ടത്. കാറ്റിനെയും ഓളങ്ങളെയും തിരമാലകളെയും അടക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടണം. ദൈവം അനുവദിക്കാതെ, ദൈവം സമ്മതിക്കാതെ ഒരു കടലോളങ്ങൾക്കും ഒരു തിരകൾക്കും കടന്നു കയറുവാൻ കഴിയുകയില്ല. ദൈവം എല്ലാറ്റിനും അതിര് വച്ചിട്ടുണ്ട്. ദൈവം വച്ചിരിക്കുന്ന അതിരുകൾ, ദൈവം പറയുന്നു, മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. ദൈവം ഒരുവനെ സഹായിക്കുവാൻ, ഒരുവനെ വിടുവിക്കുവാൻ, ഒരുവനെ സംരക്ഷിക്കുവാൻ ദൈവം മനസ്സ് വച്ചാൽ അതിന് കോട്ട കൊത്തളങ്ങൾ വേണ്ട, അതിന് എല്ലാ നിയമങ്ങളും സാധ്യതകളും അനുകൂല വ്യക്തികളും വേണ്ട. മണൽ തരികളെ കൊണ്ട് വൻ തിരകളെ അതിരുകടക്കാതെ അടക്കുവാൻ കഴിവുള്ളവന് ഇന്നത്തെ ദിവസം ജീവിതത്തിൻ്റെ ചെറിയ സാഹചര്യങ്ങളെപ്പോലും നമുക്ക് വേണ്ടി നന്മയാക്കി മാറ്റുവാൻ, ചെറിയ തലങ്ങളെപ്പോലും നമ്മുടെ വിടുതലാക്കി മാറ്റുവാൻ കഴിയും എന്നതിൽ സംശയമില്ല. നിങ്ങളുടെ പടകിന് നേരെ, കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്ന ദൈവം ഇന്നത്തെ ദിവസം ആ തിരകളോട് പറയുന്നു, ആ കൊടുങ്കാറ്റിനോട് പറയുന്നു, ആ ഓളങ്ങളോട് പറയുന്നു, ആ ഹൂങ്കാര ശബ്ദമുള്ള കടലിൻ്റെ അലർച്ചയോട് പറയുന്നു, നീ എത്ര ഇരച്ചാലും അതിര് കടക്കരുത്, എൻ്റെ ജനത്തെ ഞാൻ സംരക്ഷിക്കും. ഞങ്ങളുടെ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിരുകൾ വെച്ച് ഓളങ്ങളെ തടയിടുന്ന അത്യുന്നതൻ്റെ കരം
ഇന്നത്തെ ദിവസം ജീവിതത്തിനെതിരെ അടിച്ചുയരുന്ന പ്രവാഹങ്ങളെയും ജലപ്രവാഹത്തിൻ്റെ ശക്തിയെയും തിരമാലകളുടെ ഗർവത്തെയും ഗർജനത്തെയും ശാസിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.